ഒരു ഓട്ടോ യാത്രക്കിടെ ഉണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞു പെൺകുട്ടി. പട്ടാപകലാണ് സംഭവം നടന്നത്. യാത്രക്കിടെ വിദ്യാർത്ഥിനിയുമായി അടികൂടി ഓട്ടോ ഡ്രൈവർ. ബഹളം കേട്ട് വഴിയാത്രക്കാർ ഒത്തുകൂടിയപ്പോൾ അറിഞ്ഞത് മറ്റൊന്നാണ്. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് സംഭവം നടന്നത്. ചെന്നൈ നഗരം സുരക്ഷിതമല്ലെന്നും പെൺകുട്ടി തുറന്നു പറഞ്ഞു. ഓട്ടോ സവാരിക്ക് പിന്നാലെ കൂലിയെ ചൊല്ലിയാണ് തർക്കം തുടങ്ങിയതെന്നാണ് വീഡിയോയിൽ പറയുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഓട്ടോ ഡ്രൈവർ പറയുന്നിടത്തുനിന്നാണ് പ്രശ്നമുണ്ടാവുന്നത്. തന്നോട് അലറരുത് എന്ന് വിദ്യാർത്ഥിനി മറുപടി പറയുന്നുണ്ട്. ഞാൻ ഇറങ്ങിയാൽ നിന്റെ സ്വകാര്യ ഭാഗം കീറിമുറിക്കും, നീ ആരെയാണ് ശകാരിക്കുന്നത് എന്ന് ഡ്രൈവർ ദേഷ്യത്തിൽ മറുപടി നൽകുന്നുമുണ്ട്. എനിക്ക് എന്റെ പണം വേണം, 163 രൂപ തരണം എന്നും ഡ്രൈവർ പറഞ്ഞു. വിദ്യാർത്ഥിനി 200 രൂപ നൽകി ബാക്കി നൽകാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി. എനിക്ക് 163 രൂപ മാത്രം മതി, എന്റെ കയ്യിൽ ചില്ലറയില്ല എന്ന് ഡ്രൈവർ മറുപടി നൽകിയപ്പോൾ വിദ്യാർത്ഥിനി അയാൾക്ക് നേരെ പണം എറിഞ്ഞു. കോപാകുലനായി ഓട്ടോ ഡ്രൈവർ ഓട്ടോയിൽ നിന്നും ഇറങ്ങി വിദ്യാർത്ഥിനിക്ക് നേരെ തുപ്പി. പിന്നാലെ സ്ത്രീയും സുഹൃത്തും നടക്കാൻ തുടങ്ങി. അപ്പോഴും ഓട്ടോ ഡ്രൈവർ ആക്രോശം തുടരുകയായിരുന്നു. ചെന്നൈ പോലീസിനെയും മേയറെയും മുഖ്യമന്ത്രി സ്റ്റാലിനെയും ടാഗ് ചെയ്ത് നടപടി വേണമെന്ന് വിദ്യാർത്ഥിനി ആവശ്യപ്പെടുകയും ഉണ്ടായി. ഇവിടെ വരുന്നതിന് മുൻപ് ചെന്നൈ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമാണെന്ന് ഞാൻ കേട്ടിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് തോന്നുന്നു ചെന്നൈ സുരക്ഷിതമല്ലെന്ന്. ഞാൻ അതിന്റെ ജീവിക്കുന്ന തെളിവാണ്. വിദേശ വിദ്യാർത്ഥിനിയായിട്ടാണ് ഞാൻ ഇന്ത്യയിലെത്തിയത്. പഠിക്കാനും പുതിയ സംസ്കാരം അറിയാനും ക്ഷണിക്കപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത്. റോഡിൽ ആക്രമിക്കപ്പെടാനോ ജീവൻ അപായത്തിലാക്കാനോ വന്നതല്ല. ഇന്ന് രാവിലെ തിരുവാൻമിയൂർ ബീച്ചിനടുത്ത സ്ഥലം പ്രഭാത നടത്തക്കാരുണ്ടായിരുന്നു. ഞങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഓട്ടോ ഓടിച്ചിരുന്ന ഡ്രൈവർ എന്നെ ഭീഷണിപ്പെടുത്തി. ആരും സഹായിക്കാൻ വന്നില്ല, ഒരാൾ പോലും വന്നില്ല. പ്രഭാത സവാരിക്കാർ ഒന്നും സംഭവിക്കാത്തതുപോലെ ഞങ്ങളുടെ അടുത്ത വഴി കടന്നുപോയി. സ്ത്രീ അപകടത്തിലായപ്പോൾ കണ്ണടയ്ക്കുന്ന നഗരം. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഓട്ടോകൾക്ക് സ്വതന്ത്രമായി ഓടാൻ അനുവദിക്കുന്നത് ഏതു തരം നഗരമാണ്? ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഏതു തരത്തിലുള്ള സംവിധാനമാണ്? ഞാൻ പരിഭ്രാന്തയാണ്. പക്ഷേ എല്ലാത്തിനുമുപരി ഈ നിശബ്ദതയിൽ ഞാൻ രോഷാകുലയുമാണ്. ഡ്രൈവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. മറ്റ് സ്ത്രീകൾ ഇനി ഉപദ്രവിക്കപ്പെടരുത് എന്നും വിദ്യാർത്ഥിനി തുറന്നു പറയുന്നുണ്ട്.